നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് പിന്നാലെ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന നടപടി ഇരട്ടി പ്രഹരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 9,08,000-ലധികം വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. വീണ്ടും പരീക്ഷ എഴുതുക എന്നുള്ളൊരു വഴി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വീണ്ടും പരീക്ഷ സംഘടിപ്പിക്കുന്ന സമയത്ത് അത് കുറ്റമറ്റ രീതിയിൽ അപാകതകളില്ലാതെ ക്രമക്കേടുകളില്ലാതെ നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തി മുന്നോട്ട് വരുന്നു. പ്രവേശന പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ NTA കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല. എന്തിനെങ്കിലും ഏജൻസി NTA പിരിച്ചുവിടണമെന്നുള്ള ആവശ്യം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിയണമെന്ന ആവശ്യം, ഈ ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വസതിക്ക് മുന്നിൽ NSUI പ്രതിഷേധം നടത്തി. ഇനി അങ്ങോട്ട് രാജ്യ തലസ്ഥാനത്തും രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം പറയുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ പദ്ധതിയായി മുന്നോട്ടിട്ടിരിക്കുന്നുണ്ട്. CBI അന്വേഷണം ഈ ക്രമക്കേടുകൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നിലവിലെന്തായാലും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്, കുറ്റവാളികളെ കണ്ടെത്താൻ. അതിനപ്പുറത്തേക്ക് വലിയ ഗൂഢാലോചന കേന്ദ്ര മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം ഭരണഘടനയെയും ആരോഗ്യ സംവിധാനങ്ങളെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും തകർക്കാൻ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒന്നടങ്കം പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.